ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം ദൈവം നമ്മൾക്ക് ഇങ്ങനെ ഒരുക്കി തന്നതിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ദേവദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കേൾക്കുവാൻ തക്കോണം ഇടയായല്ലോ. ദേവദാസന് ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് ദൈവവചനം മനസ്സിലാക്കി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ വളരെ അധികമാണ്. നമ്മുടെ തലമുറകളിലേക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം വളരെ വലുതാണ്. വലിയ ക്രൂരത നിറഞ്ഞ, നമ്മൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്നത്തെ കാലഘട്ടം കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം നാം മനസ്സിലാക്കി കൊടുക്കണം. വചനം മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അവർ ചെല്ലുന്ന സ്ഥലങ്ങൾ ദൈവഹിതമല്ലാത്തതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില വരമ്പുകൾ വെക്കണം. അവർ പോകണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. ആ പോകണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് അവർ പോയാൽ സംഭവിക്കുന്നത് വലിയ ദുരന്തമായിരിക്കാം. അങ്ങനെ ഒരു ദുരന്തമാണ് ഒരു പ്രവാചകന്റെ മക്കൾ അന്യ ആരാധന നടക്കുന്ന ഇടത്തേക്ക് പോയി. അങ്ങനെ പോയതുകൊണ്ട് അവർ അവിടെ കണ്ട കാഴ്ച വന്ന് പിതാവായ പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകന്റെ മക്കൾ അവിടെ പോയി ദൈവഹിതമല്ലാത്ത, ദൈവം ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്തു നടന്ന സംഭവം പ്രവാചകന്റെ മക്കൾ പ്രവാചകനോട് പറഞ്ഞു. അത് കേട്ട പ്രവാചകൻ ചെയ്തൊരു പ്രവൃത്തി മറ്റൊരു പ്രവാചകന്റെ മരണമായി. അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെ നാം വളരെയധികം ശ്രദ്ധിക്കണം. അവർ പോകണ്ടാത്ത സ്ഥലത്ത് അവരെ പോകുവാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കൺട്രോളിലേക്ക് അവരെ തീർച്ചയായും കടത്തിവിടണം. നമുക്ക് ആ പ്രവാചകന്റെ സംഭവം ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യം. വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിനും നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വരികയെന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതോ വ്യാജമായിരുന്നു. അവൻ പറഞ്ഞതോ ഭോഷ്ക് എന്നാണ്. അപ്പോൾ ഭോഷ്ക്, നുണ, വ്യാജം, ഇങ്ങനെയൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അവൻ പറഞ്ഞതോ നുണയായിരുന്നു. ഒരു ചെറിയ നിസാരമായൊരു നുണ, ഒരു നിസാരമായ ഒരു വ്യാജം, നിസാരമായ ഒരു ഭോഷ്ക്, അത് ഒരു നുണയും ഏറ്റവും ചെറുതെന്ന് നാം കരുതുന്ന ഒരു നുണ പോലും അതിന് നിസാരമാക്കരുത്, അല്ലെങ്കിൽ അതിന് നിസാരമായി കണ്ടാൽ അതിൻ്റെ പരിണിത ഫലം വളരെ വലുതായിരിക്കുമെന്ന് ഈ യഹൂദയിൽ നിന്നുള്ള പ്രവാചകന്റെ ഈ സംഭവം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. നമ്മളതിൻ്റെ പ്രാരംഭത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 12-ാം അധ്യായം അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ യെരോബെയാം എന്ന് പറയുന്ന ഒരു രാജാവിനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ ഇസ്രയേലിലെ രാജാവായിരുന്നു. അവൻ യഹോവയെ ആരാധിക്കേണ്ട യെരോബെയാം എന്ന് പറയുന്ന രാജാവ് യഹൂദ രാജ്യത്തിലേക്ക് വിശ്വാസികൾ കടന്നു പോകരുത്, അതിനു പകരമായി അവൻ ദാനിലും ബഥേലിലും അവിടെ കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ചു. ബഥേലിൽ നിന്ന്, അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്ന് യെരുശലേം നഗരമായിരിക്കുന്ന യഹൂദയിലേക്ക് ആരാധിക്കുവാൻ തക്കവണ്ണം പോകുവാൻ ജനത്തെ തടയുവാൻ ബഥേലിൽ, അല്ലെങ്കിൽ ഇസ്രയേലിൽ ദാനിലും ബഥേലിലും കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയും അതിന്മേൽ ധൂപം കാട്ടുവാൻ തക്കവണ്ണം അവൻ ക്രമീകരണം ചെയ്തു, ധൂപം കാട്ടി. യെരോബെയാമിനെ നമുക്കറിയാം, ശലോമോന്റെ കാലത്തിന് ശേഷം ഇസ്രയേൽ രാജ്യം രണ്ടായി വിഭജിച്ചു. ഒന്ന് ഇസ്രയേൽ എന്നും ഒന്ന് യഹൂദ എന്നും ആണ്. അപ്പോൾ യഹൂദ എന്നും ഇസ്രയേൽ എന്ന രണ്ട് രാജ്യങ്ങൾ ഈ ശമര്യ എന്ന പട്ടണത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് ഈ യെരുശലേമിലേക്ക്, അല്ലെങ്കിൽ യഹൂദയിലേക്ക് പോകുന്നതിന് തടസ്സമായി, അവിടേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി യെരോബെയാം തൻ്റെ നാട്ടിൽ തെക്കേ അറ്റത്തും വടക്കേ അറ്റത്തും 2 പ്രതിമകളെ സ്ഥാപിച്ചു. ആ പ്രതിമകൾ ദൈവത്തിൻ്റെ പ്രതിമയല്ലായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരിടമല്ലായിരുന്നു അവനോട് ഉണ്ടാക്കിയത്. പകരം എന്തായിരുന്നു? ഒരു കാളക്കുട്ടിയെയാണ്
അവൻ ഉണ്ടാക്കിയത്. അങ്ങനെ ബഥേലിൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരോബെയാം ധൂപം കാട്ടുവാൻ ബഥേലിൽ നടക്കുന്ന സംഭവമാണ്. പീഠത്തിനരികെ നിൽക്കുമ്പോൾ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്നും ബഥേലിലേക്ക് വന്നു. ഇത്രയും ദൂരം സഞ്ചരിച്ച് ബഥേലിലേക്ക് യഹൂദയിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ പ്രവാചകൻ ഒരു ദൈവപുരുഷൻ, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. അവൻ്റെ പേര് സൂചിപ്പിച്ചിട്ടില്ല. ഇസ്രയേലിൽ നടക്കുന്ന അന്യദൈവ ആരാധനയ്ക്കെതിരായി സംസാരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് പിന്തിരിയണം എന്നുള്ള ദൂതുമായി ഇസ്രയേലിലേക്ക് കടന്നു വന്ന യഹൂദയിലെ പ്രവാചകൻ, അവന്റെ പേര് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഈ പ്രവാചകന്മാർ, ഈ അധ്യായത്തിൽ കാണുന്ന പ്രവാചകന്മാരുടെ ആരുടെയും പേര് സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് പേരറിയാത്ത, സ്ഥലമറിയാത്ത ഒരുപാട് ആളുകൾ ഈ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. ദൈവം നമ്മൾ ഏറ്റവും ചെറുതെന്ന് വിചാരിക്കുന്ന ആളുകളിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, പേരറിയാത്ത, നാടറിയാത്ത ചിലരിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾക്കിവിടെ കാണുവാനായി സാധിക്കുന്നു. ദൈവഹിതപ്രകാരമല്ല ഈ ആരാധന എന്ന് വ്യക്തമാക്കുവാൻ ദൈവ പുരുഷൻ ഈ യാഗപീഠത്തിന്റെ അടുക്കെ യെരോബെയാം ധൂപം കാട്ടിയപ്പോൾ അവിടെ വെച്ച് പ്രവചിക്കുന്നതാണ് നമ്മൾക്ക് 2-3 വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ ഇങ്ങനെ കാണുന്നു: അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട്, യാഗപീഠമേ യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിൽ യോശിയാവ് എന്ന പേരുള്ളൊരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറക്കുകയും മനുഷ്യാസ്തികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രവചനം പിന്നീട് നടന്നതായി നമ്മൾക്ക് ദൈവവചനത്തിൽ വായിക്കുവാൻ കൊണ്ടും കഴിയുന്നു. അവൻ അന്ന് ഒരു അടയാളവും കൊടുത്തു: ഇതാ യാഗപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം തൂകിപ്പോകും എന്ന് യഹോവ കൽപ്പിച്ച അടയാളം എന്ന് പറഞ്ഞു. ദേവപുരുഷൻ ബഥേലിലെ യാഗപീഠത്തിന് വിരോധമായി വിളിച്ചു പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ യെരോബെയാം അവനെ പിടിപ്പീൻ എന്ന് പറഞ്ഞ് അവന്റെ നേരെ കൈ ഓങ്ങി. പക്ഷെ അവന്റെ കൈ വരണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവന്റെ കൈ ചെറുതായി പോവുകയോ അല്ലെങ്കിൽ അത് തളർന്നു പോകുകയോ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അവനെ പിടിപ്പീൻ, അല്ലെങ്കിൽ ദൈവപുരുഷനെ പിടിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവൻ പെട്ടെന്ന് ഭയപ്പെട്ടിട്ട് യെരോബെയാം പറഞ്ഞു, എനിക്ക് വേണ്ടി, എൻ്റെ 6-ാം വാക്യം നമുക്ക് കാണുന്നുണ്ട്, നീട്ടിയ കൈ വരണ്ടുപോയി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ദൈവത്തിന് എതിരായി ആരാധന നടത്തുന്ന ഒരാൾ, അവന് ദൈവപുരുഷൻ വന്നപ്പോൾ അവന് പെട്ടെന്നൊരു അനർത്ഥം സംഭവിച്ചു. അപ്പോൾ അവൻ പറയുകയാണ്, പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സത്യത്തിൽ അവിടെ അവൻ ചെയ്യേണ്ടിയിരുന്നത്, അവൻ ദൈവത്തോട് മാപ്പ് പറഞ്ഞ്, കർത്താവേ, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഈ ആരാധന തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്നാണ് അവൻ പറയേണ്ടിയിരുന്നത്. അവൻ പറഞ്ഞത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതായത് എൻ്റെ ഈ രോഗം മാറുവാനായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ദൈവം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പലരുടെയും രോഗത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു മാനസാന്തരമാണ്. മാനസാന്തരത്തിനു വേണ്ടിയാണ് ചില രോഗങ്ങൾ ചിലരിലേക്ക് തരുന്നത്. എന്നാൽ അവർ അത് വിശ്വസിക്കാതെ, ദൈവത്തെ വിശ്വസിക്കാതെ, അവരുടെ രോഗം സൗഖ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമുള്ളത് കൊണ്ട് ദൈവത്തിന് പലപ്പോഴും പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. അഥവാ പ്രവർത്തിച്ചാൽ തന്നെ അവർ നിത്യത നഷ്ടപ്പെട്ടു പോകുന്നവരായി തീരുവാനുള്ള സാധ്യതയുണ്ട്. അവനൊരു മാനസാന്തരമാണ് ദൈവം ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് അവൻ്റെ അടുക്കലേക്ക് പ്രവാചകനെ അയച്ചത്. പക്ഷെ അവൻ ചെയ്തത്, എൻ്റെ ഈ അസുഖം, എൻ്റെ ഈ കൈ വരണ്ടത് പോയത് ഒന്ന് മാറ്റണമേ എന്ന് മാത്രമാണ് അവൻ അപേക്ഷിച്ചത്. പ്രവാചകൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ്റെ കൈ പഴയതുപോലെ ആയി. ഇതിനുശേഷം ഇത് അവന് വളരെ സന്തോഷമായി. യെരോബെയാമിന് ഇത് സന്തോഷമായപ്പോൾ യെരോബെയാം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്കൊരു സമ്മാനം തരാം, എൻ്റെ രാജകൊട്ടാരത്തിൽ വന്ന് ഒന്ന് വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മടങ്ങിപ്പോകാം. എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞത്, യഹോവയിൽ നിന്ന് എനിക്ക് അരുളപ്പാടുണ്ട്, നീ ഇവിടെ നിന്ന് ഭക്ഷണം, ഈ ബഥേലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യരുത്, വന്ന വഴി തിരിച്ചു വരരുത്, മറ്റൊരു വഴിയായി പോകണമെന്ന് ദൈവത്തിൻ്റെ
അരുളപ്പാടുണ്ടായിരുന്നത് കൊണ്ട് അവൻ അവിടെ നിരസിച്ചു. ദൈവത്തിൻ്റെ അരുളപ്പാടില്ലെങ്കിലും രക്ഷിക്കപ്പെടാത്തവൻ്റെ നമ്മൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നൽകുന്ന ഒരു സ്നേഹോപഹാരവും രക്ഷിക്കപ്പെടാത്തവൻ്റെ ആണെങ്കിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. എന്നാൽ സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു പ്രത്യുപകാരമായി ചെയ്ത് അവൻ അത് മറന്നുപോകും. എന്നാൽ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക, കർത്താവിനെ സ്വീകരിക്കുക എന്നുള്ള ആ ഒരു പ്രതിവിധിയാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ഇവൻ ചെയ്തത് കൈ ശരിയായല്ലോ, ഇനിയും നീ സമ്മാനമൊക്കെ സ്വീകരിച്ചിട്ട് അങ്ങ് പൊയ്ക്കോ എന്നാണ് യെരോബെയാം വിചാരിച്ചത്. ഇവൻ പറയാണ്, നിന്റെ അരമനയിൽ, താഴെയുള്ള വാക്യം വായിക്കുമ്പോൾ, നിന്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോടൊപ്പം വരികയില്ല. നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു. അവനോട് പറഞ്ഞതിൻ്റെ ഫലമായി അവൻ അതനുസരിച്ചു. അവൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരുന്നത് കൊണ്ട്, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് രാജാവിൻ്റെ ആ വലിയ സമ്മാനങ്ങളിലേക്ക് പോയില്ല. ആ രാജാവിൻ്റെ സമ്മാനങ്ങളിലേക്ക് പോയാൽ മറ്റൊരു രീതിയിൽ അവൻ അവിടെ കുടുങ്ങിപ്പോകാം. അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരു പ്രവാചകനായി ദൈവഹിതമല്ലാത്ത യെരോബെയാമിനോട് എതിർ പറയാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് അവനായി പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അവൻ അത് നിരസിച്ചു. ഈ സംഭവം അവിടെ ഈ യെരോബെയാമിൻ്റെ കൈ വരണ്ടുപോയതും യാഗപീഠത്തിന്മേൽ ചാരം തൂകിപ്പോയ സംഭവങ്ങളൊക്കെ അവിടെ ചില ആളുകൾ കണ്ടിരുന്നു. കാരണം ധൂപം കാട്ടുന്ന ഉത്സവമാണെന്ന് നമ്മൾ 12-ാം അധ്യായം അവസാന വാക്യത്തിൽ കാണുന്നു. അവിടെ ഒരു ഉത്സവമായി ആചരിക്കുന്ന ആ സ്ഥലത്ത്, യഹോവയുടെ ഉത്സവമല്ലാത്തൊരു സ്ഥലത്ത് ആരുപോയി? പ്രവാചകന്റെ മക്കൾ അവരവിടെ സന്നിഹിതരായി. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവഹിതമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവമക്കൾ കടന്നു പോകരുത്. അന്യ ആരാധനയിടങ്ങളിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം നമ്മളോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഇടയാകരുത്. നമ്മൾ വഴി കൂടെ പോകുമ്പോൾ ഒരു ഉത്സവം കണ്ടു, അല്ലെങ്കിൽ ഇത് കണ്ടു എന്ന് നമ്മൾ ഒരാൾക്കൂട്ടം കണ്ടു എന്നുള്ളതിനെയല്ല ഞാൻ പറഞ്ഞ്, ഇത് ആഗ്രഹിച്ച് അവിടേക്ക് പോകുക. ഈ പ്രായം ചെന്ന അല്ലെങ്കിൽ ഈ പ്രവാചകന്റെ മക്കൾ സ്ഥിരമായി ആണ്ടുതോറും നടക്കുന്ന ഈ ഉത്സവത്തിന് പോകുവാനുള്ള സാധ്യതകളുണ്ട്. ബഥേലിൽ നടക്കുന്ന അന്യാരാധന, ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലത്ത് അന്യാരാധന നടക്കുന്നിടത്തേക്ക് പ്രവാചകന്റെ മക്കൾ പോയതുകൊണ്ട് വലിയൊരു പ്രതിസന്ധി ഈ പ്രവാചകന്മാർക്കിടയിൽ ഉണ്ടായി. ഈ യഹൂദയിൽ നിന്നുള്ള പ്രവാചകനെ കുറിച്ചുള്ള ഈ സംഭവം പ്രവാചകന്റെ മക്കൾ ഈ പ്രവാചകനോട് പറഞ്ഞു, ഇന്നതുപോലെ ബഥേലിലേക്ക് യഹൂദയിൽ നിന്നൊരു പ്രവാചകൻ വന്നിരിക്കുന്നു, അവൻ ഇതുപോലെ പ്രവചിച്ചു, രാജാവിൻ്റെ കൈ വരണ്ടു, ആ യാഗപീഠത്തിന്മേൽ ചാരം തൂകി, യോശിയാവ് എന്ന് പറയുന്ന ഒരാൾ വന്ന് ഇതെല്ലാം നശിപ്പിച്ചു കളയുമെന്ന് പ്രവചിച്ചു, അതിൻ്റെ ഒരു അടയാളമൊക്കെ പ്രവചിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രായം ചെന്ന ബഥേലിലെ പ്രവാചകൻ യഹൂദയിലുള്ള പ്രവാചകനെ അന്വേഷിച്ചു പോകുവാൻ തയ്യാറായി. മക്കളോട് പറഞ്ഞു, നിങ്ങൾ കഴുതയ്ക്ക് കോപ്പിട്ട് തരിക, ഞാൻ പോകട്ടെ. നമ്മൾ വിചാരിക്കും ഈ പ്രവാചകനെ കണ്ട് അവനോട് സദ്വർത്താനങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അവനുമായി ഒരു സന്തോഷം പങ്കിട്ടിട്ട് പോരുവാൻ തക്കവണ്ണം ആണ് ഈ വൃദ്ധനായ പ്രവാചകൻ പോയത് എന്ന് നാം വിചാരിക്കുന്നുവെങ്കിൽ ഈ വൃദ്ധനായ പ്രവാചകൻ അവനൊരു ഭോഷ്ക് പറയാനാണ്. നമ്മൾ ആ 18-ാം വാക്യത്തിൽ അവസാനം കാണുന്നു, അവൻ പറഞ്ഞതോ ഭോഷ്കായിരുന്നു, അല്ലെങ്കിൽ അവനൊരു നുണയാണ് പറഞ്ഞത് എന്ന് നമ്മൾക്ക് അവിടെ കാണുന്നുണ്ട്. അസൂയ മാരകമായൊരു പാപമാണ്. ഈ അസൂയ നിമിത്തമായിരിക്കാം ഇവൻ പോയതെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു നുണ പറയുവാൻ വേണ്ടി പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു. ആ മക്കൾ അവിടെ പോയിരുന്നില്ലായിരുന്നു. ഈ പ്രവാചകൻ സംഭവിച്ച അന്ത്യം നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രവാചകൻ മക്കൾ പറഞ്ഞതനുസരിച്ച് ഈ പ്രവാചകൻ മറ്റേ പ്രവാചകനെ കാണുവാനായിട്ട് പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് വിശ്രമിച്ച് എൻ്റെ കൂടെ ആഹാരം ഭക്ഷിക്കണം, എൻ്റെ സൽക്കാരം സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ യുവപ്രവാചകൻ വന്ന് പറഞ്ഞത്, യഹോവ എന്നോട് പറഞ്ഞു, ഈ ബഥേലിൽ വന്ന് നീ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്, ആരുടെയും ആതിഥ്യം സ്വീകരിക്കരുത്, വന്ന വഴിയായി പോകരുത്, മറ്റൊരു വഴി കടന്നു പോകണം എന്ന്
നമുക്കതിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ കടന്നു വന്ന പ്രവാചകൻ യുവപ്രവാചകനാണ്. ഈ യുവപ്രവാചകനോട് ഈ വൃദ്ധനായ പ്രവാചകൻ അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയുന്നു. ഒരു ദൂതൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. യുവപ്രവാചകനോട് യഹോവയുടെ അരുളപ്പാടുണ്ടായപ്പോൾ ഈ വൃദ്ധനായ പ്രവാചകൻ ഭോഷ്ക് പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, ഒരു ദൂതൻ എന്നോടിത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവനൊരു ഭോഷ്ക് പറഞ്ഞു. ആദ്യത്തെ തവണ രാജാവിൽ നിന്ന് ഒരു പരീക്ഷണം ഉണ്ടായി. ദൈവം പറഞ്ഞതായിരുന്നു അവിടെ നിന്ന് ഒന്നും ഭക്ഷിക്കരുത്. ആ പരീക്ഷയെ ഈ യുവപ്രവാചകൻ നേരിട്ടു. എന്നാൽ രണ്ടാം തവണയും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം അവന് കഴിഞ്ഞില്ല. അവന് അവിടെ പരാജയപ്പെട്ടുപോയി. ഈ വൃദ്ധനായ പ്രവാചകന്റെ കൂട്ടത്തിലേക്ക്, അവന്റെ വീട്ടിലേക്ക് യുവപ്രവാചകന് കടന്നു വരേണ്ടതായിട്ടുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 8-ാം വാക്യത്തിൽ, നിർമ്മതരായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ആത്മസംയമനം പാലിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. എത്ര വലിയ പ്രവാചകനാണെങ്കിലും, എത്ര വലിയ പുരോഹിതനാണെങ്കിലും പിശാച് അവരെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. ഒരു വിശ്വാസിയെയും പിശാച്, എല്ലാം ദൈവത്തെ സ്വീകരിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരാളെ എപ്പോഴും പിശാച് പിന്തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ബലഹീനത പിശാചിന് തീർച്ചയായും തിരിച്ചറിയാം. എൻ്റെ ബലഹീനത നിങ്ങൾക്ക് തിരിച്ചറിയുകയില്ല. നിങ്ങൾ എത്ര ദിവസം അത് പരിശോധിച്ചാലും എൻ്റെ ബലഹീനത നിങ്ങൾക്ക് തിരിച്ചറിയില്ല. നിങ്ങളുടെ ബലഹീനതയും അത് ചുരുക്കം ചിലത് മാത്രമേ എനിക്കറിയുകയുള്ളൂ. അങ്ങനെ പരസ്പരം നമുക്കറിയാതിരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയുവാൻ പിശാചിന് കഴിയും. അപ്പോൾ അവൻ പ്രലോഭനങ്ങൾ, നമ്മളൊരു പ്രലോഭനത്തിൽ വീണാൽ അവന് മടുത്തു പോകുകയില്ല. നമ്മളാണെങ്കിൽ ഒരു കാര്യം മറ്റൊരാളെ പ്രലോഭിപ്പിച്ചാൽ നമ്മൾ മടുത്തു പോകും. എന്നാൽ പിശാചിനെ സംബന്ധിച്ച് അവനൊരു നാണവും മാനവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അവൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? നമ്മളെ പരീക്ഷിക്കും. അങ്ങനെ നമ്മളെ കീഴ്പ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. ഇത് സംഭവിച്ചത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഈ 2 പ്രവാചകന്മാരും ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ്. പക്ഷെ ഈ വൃദ്ധനായ പ്രവാചകൻ ഭോഷ്ക് പറഞ്ഞു, അവൻ കള്ളം പറഞ്ഞു. ദൈവത്തിൻ്റെ നാമത്തിലാണ് ഇവൻ ഈ വാക്ക് ഉപയോഗിച്ചത്. കാരണം ദൈവത്തിൻ്റെ ദൂതൻ വന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ദൈവനാമത്തിലല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അവനെ പരീക്ഷിച്ചു. നമ്മുടെ ഇടയിലേക്ക് നമ്മളെ തെറ്റിച്ച് കളയുവാൻ തക്കവണ്ണം പിശാച് ഉപയോഗിക്കുന്നത് നമ്മളൊപ്പം നിൽക്കുന്ന ഒരാളെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അവരുടെ മനസ്സിലൊരു വിദ്വേഷം ഉണ്ടായാൽ നമ്മളെല്ലാം തെറ്റിച്ച് കളയാൻ പറ്റും. എൻ്റെ കുറ്റം വന്ന് ഷാനോട് പറയാം, രാജേശ്വരനോട് പറയാം, രാജേശ്വരൻ്റെ കുറ്റം വന്ന് എന്നോട് പറയാം. നമുക്കെല്ലാം മനുഷ്യനാണ്, തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളുമുണ്ട്. ഇത് വലുതാക്കി കാണിച്ച് നമ്മളെയൊക്കെ തെറ്റിച്ച് കളയുക എന്നുള്ളത് പിശാചിൻ്റെ, അതിന് ആരെയും പിശാച് സ്വീകരിക്കും. ആ ഫസ്റ്റ് പ്രയോറിറ്റി പ്രവാചകന്മാർക്കാണ്. പ്രവാചകന്മാരെ കൊണ്ട് നീയും നമ്മളെ തെറ്റിച്ച് കളയും. ഈ യുവ പ്രവാചകൻ അവനൊരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. കാരണം കടന്നു വന്നത് ഒരു പ്രവാചകനല്ലേ, ഞാനും ഒരു പ്രവാചകനാണ്. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രവാചകനാണല്ലോ അത്. നമ്മൾ വിചാരിക്കും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വന്നാൽ നമ്മളങ്ങ് നന്നാകും എന്നാണ് വിചാരിക്കും. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സകല തരികിടയും ഒക്കെ അറിയാം. ഒരാളെ എങ്ങനെ ഇരുത്തണം, ഒരാളെ എങ്ങനെ അടിച്ചു താഴ്ത്തണം എന്നൊക്കെ എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്കറിയാം. അവരത് പ്രയോഗിക്കും. അതും ദൈവനാമത്തിലാണ് പ്രയോഗിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ തിരിച്ചറിയണം. രാജാവിനെ ശാസിച്ച ഒരു യുവ പ്രവാചകനെ ഒരു ഭോഷ്കിനാൽ വിഡ്ഢിയാക്കുവാൻ കഴിഞ്ഞു. അതും ദൈവനാമത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ വലിയ പ്രവാചകനെ കൊണ്ടാണ് സാധിച്ചതെങ്കിൽ നിസാരരെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇത് സാധിക്കും. ഈ യുവപ്രവാചകൻ ഈ വൃദ്ധനായ പ്രവാചകന്റെ വാക്ക് കേട്ട് അവൻ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുകയായിരുന്നു. മാത്രമല്ല അവൻ മരണത്തിലേക്കാണ് അവൻ ചുവടുവെച്ചത്. ഒരു പ്രവാചകന്റെ ഒരു ചെറിയ കള്ളം, ഒരു ചെറിയ നുണ വിശ്വസിക്കുക വഴി അവന്റെ ദൗത്യം പരാജയപ്പെട്ടു. അവൻ ദൈവത്തിൽ നിന്ന് അവിശ്വസ്തനായിത്തീർന്നു. അതുമൂലം അവൻ മരണത്തിലേക്ക് അവൻ നടന്നുപോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വൃദ്ധനായ പ്രവാചകന്റെ ഭവനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഭോഷ്ക് പറഞ്ഞ പ്രവാചകൻ അവന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. എന്ത് വിരോധാഭാസമാണ്! ഒരു ഭോഷ്ക് പറഞ്ഞവന്റെ ഇത് പറഞ്ഞാൽ എത്ര വലിയ പ്രവാചകനും ഭോഷ്ക് സംസാരിക്കും, കള്ളം പറയും എന്ന് നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ പാഠം നമുക്ക് നൽകുന്നത്.
സത്യത്തിൻ്റെ ആത്മാവക്താവായിരുന്നിട്ടും ഈ യുവപ്രവാചകൻ നുണയാൽ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾക്കിവിടെ കാണുവാനായി സാധിക്കുന്നു. തെറ്റ് വിശ്വസിച്ചാലുള്ള അപകടം. ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്നൊരു പ്രവചനം പറഞ്ഞാൽ, ദൈവമേ ഇത് ശരിയാണെങ്കിൽ മാത്രമേ ഇതിനെ ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകാവുള്ളൂ എന്ന് നാം എന്ത് ചെയ്യണം? നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പിശാച് പല പ്രലോഭനങ്ങളുമായി നമ്മളിലേക്ക് കടന്നു വരും. ദൈവം വഞ്ചിക്കാത്തതായതുകൊണ്ട്, ദൈവം ഫോഷ്കു പറയാത്തതായതുകൊണ്ട് ഒരിക്കലും നമ്മളെ ശരിയായതിലേക്ക് നയിക്കാതെ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ പറഞ്ഞ തെറ്റ് അത് പിശാചിന്റെ പ്രേരണയാൽ അവന്റെ മനസ്സിലേക്ക് പിശാച് അസൂയ അവന്റെ മനസ്സിലേക്ക് ഇട്ടിട്ട് ഈ യുവപ്രവാചകനോട് കള്ളം പറഞ്ഞു. ഇവിടെ ആ യുവപ്രവാചകൻ എന്ത് ചെയ്തു? വഞ്ചിക്കപ്പെടുകയും അവൻ അയാളെ പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് വന്ന് പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക, നിനക്കൊരു പ്രശ്നവും സംഭവിക്കുകയില്ല എന്ന് ദൂതൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവന് വിശ്വസിക്കാതെ തരമുണ്ടായിരുന്നില്ല. അവനത് വിശ്വസിച്ചു. ഒരു നുണ എത്ര ആകർഷണീയമായിട്ടാണ്. ഒരിക്കലെങ്കിലും നമ്മൾ നുണ പറഞ്ഞിട്ടുള്ളവരായിരിക്കും, ഇല്ലേ? അപ്പൊ നുണ പറയണമെന്നുണ്ടെങ്കിൽ എത്ര ആലങ്കാരികമായി അതിന് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഈ പ്രവാചകൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് വന്നു പറഞ്ഞു. രണ്ടുപേരും പ്രവാചകന്മാർ, രണ്ടുപേരും ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവരാണ്. പക്ഷേ ഒരു ഭോഷ്ക് കൊണ്ട് തെറ്റിച്ച് കളയുവാൻ, ഈ യുവപ്രവാചകനെ തെറ്റിച്ച് കളഞ്ഞതുപോലെ നമ്മളെയും തെറ്റിച്ച് കളയുവാൻ പിശാചിന് കഴിയും. നമ്മൾ പ്രവചനം കേൾക്കുമ്പോൾ, മാത്രമല്ല ദൈവവചനം കേൾക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധയോടെ കേൾക്കണം. ദൈവവചനം അറിയുന്നിടത്ത് പിശാചിന് കടന്നു വരുവാൻ കഴിയുമെങ്കിലും അവൻ കടന്നു വന്ന് അപൂർവം ചിലരെ മാത്രമേ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ പ്രലോഭനത്തിൽ വീഴുന്നത് വളരെ ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. ഗലാത്യ ലേഖനം 1:8-9 വാക്യം വായിച്ചു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8. പൗലോസ് പറയുന്നതാണ്, ഗലാത്യ സഭയോട് പറയുന്നതാണ്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരോധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ വചനത്തിന്, വചനം നമ്മുടെ കയ്യിലുണ്ട്, ആ എഴുതപ്പെട്ട വചനത്തിന് വിരോധമായി ഇനിയും ഞങ്ങളാകട്ടെ, ഈ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഇത്രയും നാൾ പ്രസംഗിച്ചതാണ്, ഈ ഞങ്ങൾ പ്രസംഗിച്ചതിന് വിരോധമായി ഞങ്ങളാകട്ടെ, അല്ല സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പ്രസംഗിച്ചാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വിശ്വസിക്കരുത്. അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നത് ആരാണെങ്കിലും അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങൾ കേട്ട സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ എന്താണ്? അവൻ ശപിക്കപ്പെട്ടവൻ. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വിരോധമായി ഒരുപാട് സുവിശേഷങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ നമ്മൾക്ക് വചനത്തിൽ പരിജ്ഞാനമില്ലെങ്കിൽ, ദൈവവചനത്തിൽ അറിവില്ലെങ്കിൽ നമ്മൾ അവർ പറയുന്ന സുവിശേഷം വിശ്വസിക്കും. നമ്മൾ ഈ സുവിശേഷം പറയാന്ന് പറയുമ്പോൾ അവർ 100 കാര്യം പറയുന്നതിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രമേ പോഷ്കായി പറയുകയുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. അതിനിടയാകരുതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മൾ എത്ര യോഗ്യനായ വ്യക്തിയാണെങ്കിലും, എത്ര നല്ല വ്യക്തിയാണെങ്കിലും, നമ്മൾ എത്ര ലോകത്ത് വിശ്വാസയോഗ്യമുള്ള ആളാണെങ്കിലും അവൻ പോഷ്കു പറഞ്ഞാൽ അവനെ നാം അംഗീകരിക്കരുത് എന്നാണ് ദൈവം. നമ്മൾ കേട്ടൊരു കാര്യം, നമ്മൾ കാണാത്തൊരു കാര്യം നാം മറ്റൊരാളോട് പറയുന്നുവെങ്കിൽ അത് നുണയാണ്. ആ നുണയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പറയുമ്പോഴും നാം കേൾക്കുന്ന ആൾ അവിടെ ഇരിക്കുമ്പോഴും മൂന്നാമതായ ഒരാൾ അവിടെ ഉണ്ട്. അയാളുടെ പേര് പിശാച് എന്നാണ്. നമ്മൾ നുണ പറയുമ്പോൾ 2-3 വ്യക്തികളാണ്, എത്ര വ്യക്തികളാണെങ്കിലും നാം അറിയാത്ത ഒരാൾ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പിശാച് എന്നാണ്. ഈ നുണ നമ്മൾ പറയുന്നതിൽ വളരെ ആകർഷണീയത ഉണ്ടാക്കുന്നതും അതിനേക്കാൾ വിശ്വാസയോഗ്യമായി കേൾവിക്കാരനെ കേൾപ്പിക്കുന്നതും ഈ പിശാചാണ്. അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കണം. നാം നുണകൾ പറയുവാൻ പാടില്ല. നമ്മൾ കാണാത്തൊരു കാര്യവും നമ്മൾ മറ്റൊരാളോട് പറയരുത്. കർത്താവേ, ഞാനിത് കേട്ടു, ഇത് ശരിയാണെങ്കിൽ മാത്രമേ ഇത് വിശ്വസിക്കുവാൻ തക്കവണ്ണം
എന്നെ അനുവദിക്കാവൂ എന്ന് നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പിശാച് ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്നാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ നോക്കുക, നാം വളരെയധികം ശ്രദ്ധിക്കണം. പിശാച് ഭോഷ്ക് പറയുന്നവനാണ്, കള്ളം പറയുന്നവനാണ്, അതിൻ്റെ അപ്പനാണ്. അപ്പോൾ നമ്മൾ നുണ പറയുന്നുവെങ്കിൽ നമ്മൾ ദൈവമക്കളല്ല, നാം ആരാണ്? പിശാചിൻ്റെ മക്കളാണ്. വൃദ്ധപ്രവാചകന്റെ ക്ഷണം സ്വീകരിച്ച് മടങ്ങിപ്പോയ ആ യുവപ്രവാചകനെ വഴിയിൽ സിംഹം അവനെ കൊന്നുകളഞ്ഞു. അവൻ സഞ്ചരിച്ച കഴുത ആ മൃതശരീരത്തിൻ്റെ അടുക്കൽ, ആ സിംഹവും കഴുതയും അവിടെ നിന്നു. വൃദ്ധനായ പ്രവാചകൻ കടന്നു ചെല്ലുമ്പോൾ, അവൻ അതിനെക്കുറിച്ച് അനുദപിച്ച് കടന്നു ചെല്ലുമ്പോൾ ആ യുവപ്രവാചകൻ ആ തെരുവിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. നോക്കുക, ഒരു ചെറിയ നുണ ഒരു പ്രവാചകനിൽ കൂടെ പറഞ്ഞ് മറ്റൊരു പ്രവാചകനിൽ കൂടെ കേട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലുണ്ടായി, അവൻ മരിച്ചുപോയി. ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. ഈ വൃദ്ധനായ പ്രവാചകൻ യെരോബെയാം ഉത്സവം നടത്തുന്ന, ഈ ധൂപം കാട്ടുന്ന, അന്യാരാധന നടത്തുന്ന ഈ പ്രക്രിയയെ ഈ വൃദ്ധ പ്രവാചകന് അവന് താക്കീത് ചെയ്യാമായിരുന്നു. അവൻ ആ നാട്ടിലെ വലിയ പ്രവാചകനാണ്. അവനത് താക്കീത് ചെയ്യാത്തത് കൊണ്ട് മറ്റൊരു പ്രവാചകൻ വന്ന് താക്കീത് ചെയ്തപ്പോൾ അവന് ഉണ്ടായ ഇച്ഛാഭംഗമായിരിക്കാം, അല്ലെങ്കിൽ അവൻ താണുപോയോ എന്നുള്ള ഒരു തോന്നലായിരിക്കാം അവനെ കൊണ്ട് ആ നുണ പറയിക്കുവാൻ തക്കവണ്ണം ഇടയായത്. പെട്ടെന്ന് എന്ത് ചെയ്തു? അവൻ ചെന്ന് കള്ളം പറഞ്ഞു. കള്ളം പറയുക വഴി മരണത്തിലേക്ക് ആ പ്രവാചകൻ എത്തപ്പെട്ടു. ബേഥേലിലാണ് ഈ പ്രവചനം നടത്തിയത്. പ്രവാചകൻ വന്നത് യെരുശലേമിൽ അല്ലെങ്കിൽ യഹൂദയിൽ നിന്നാണ്. ഇത്രയും ദൂരത്ത് നിന്ന് എൻ്റെ അടുക്കൽ വന്നൊരു പ്രവചനം പറഞ്ഞ് ഇവൻ അങ്ങനെ ആളാകണ്ട എന്നൊരു ചിന്ത ചിലപ്പോൾ ആ പ്രവാചകന്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? സ്വന്തം മക്കൾ അന്യാരാധന നടക്കുന്നിടത്ത് ചെന്നുപെട്ടതിൻ്റെ പരിണിത ഫലമാണ് ഈ സംഭവിച്ചത്. കാരണം അവർക്കൊന്നും സംഭവിച്ചില്ല, യെരോബെയാമിനൊന്നും സംഭവിച്ചില്ല, ഈ വൃദ്ധപ്രവാചകനൊന്നും സംഭവിച്ചില്ല. വിശ്വസ്തനായ ഒരു പ്രവാചകൻ ഭോഷ്ക് കേട്ടതിൻ്റെ പരിണിത ഫലമായി അവൻ മരണപ്പെട്ടു. നമ്മളെ മറ്റൊരാളുടെ അധപ്പതനത്തിലേക്ക്, മറ്റൊരാളുടെ ഇല്ലായ്മയിലേക്ക് നയിക്കുന്ന യാതൊരു കാഴ്ചകളും നാം കാണരുത്, പറയരുത്, മറ്റൊരാളോട് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കരുത്. അങ്ങനെ ചെയ്യുക വഴി ആ യുവപ്രവാചകന്റെ മരണമാണ് സംഭവിച്ചത്. ദേവദാസൻ മുമ്പ് സംസാരിച്ചതുപോലെ, ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ, നമ്മുടെ മക്കളെ നാം നിയന്ത്രിക്കണം. ആവശ്യമില്ലാത്ത ആരാധനകളിലേക്കോ കാഴ്ചകളിലേക്കോ നമ്മൾ കടന്നു പോകുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കരുത്. അതിന് നമ്മുടെ നിയന്ത്രണം വളരെ പരിമിതമാണ്. നമുക്ക് നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ നാം ദൈവത്തോട് പറയുക, ദൈവവചനം നാം അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിവില്ലെങ്കിൽ ദൈവവചനം കേൾക്കുവാൻ അവർക്ക് വഴികളെ ഒരുക്കി കൊടുക്കുക. അതിനുള്ള അവസരങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കുക. അവരോട് നമുക്ക് ദൈവവചനം പറയുവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കുക. നമ്മൾ പറയുന്ന ദൈവവചനം അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാകാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളരെ ചുരുക്കം സമയം കൊണ്ട് ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദൈവവചനം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറകളിൽ അവർക്കിരുന്ന് വലിയ ക്ലാസ് എടുക്കണമെന്നല്ലേ പറഞ്ഞത്. നമ്മുടെ സംസാരങ്ങളിൽ ചില വരുന്ന കാര്യങ്ങളിൽ അത് ദൈവത്തിൻ്റെ ഹിതമല്ല, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുക വഴി അവർ ഒറ്റയായി പോകുന്ന, അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അകന്നുപോയി താമസിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ, പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് തെറ്റിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം അറിയാത്ത അനേക കുഞ്ഞുങ്ങൾ മറ്റാരാധനകളിലേക്കും അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കുമൊക്കെ അവർ പോകുന്നത്. അതിന് നാം ഇടയാക്കരുത്. അതിന് ഇടയാകാനുള്ള സാധ്യത നാം ഇല്ലാതാക്കണം. അതിന് ദൈവവചനം എന്ത് ചെയ്യണം? നാം അവരുടെ ഇടയിലേക്ക് പകർന്നു കൊടുക്കണം. അതിന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് സുവിശേഷ പള്ളിയിലെ ഉത്തരവാദിത്വമല്ലേ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ യുവജന സംഘടനകളുടെ ഉത്തരവാദിത്വമല്ലേ എന്ന് നാം വിചാരിക്കരുത്. അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഉണ്ട് എങ്കിൽ തന്നെയും അതിനേക്കാൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നാം സുവിശേഷം പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണക്കേടിലേക്ക് പോകും. ഇതുപോലെ അവർ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് അവർ ചെന്നെത്തപ്പെടും. മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാകുന്ന കാര്യങ്ങളിൽ അവർ സംസാരിച്ച് വെക്കുക വഴി ചിലരൊക്കെ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്, ചിലരുടെ ചെയ്തു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് വഴിയാണ് എന്ത് ചെയ്യുന്നത്? പലരും ക്രൂരകൃത്യങ്ങളിലേക്ക് ചെന്നുപെടുന്നത്. അപ്പോൾ അതിന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഇടയാകരുത്. ഇങ്ങനെയുള്ള പോസ്റ്റ് കേൾക്കുന്ന അവസരങ്ങളെ
മാറ്റി ജീവിക്കുവാൻ, അങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് പോകാതെ വണ്ണം ജീവിക്കുവാൻ തക്കോണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയാകണം. ഈ പ്രവാചകന്റെ അന്ത്യം, ഈ യുവപ്രവാചകന്റെ അന്ത്യം നാം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. എത്ര വലിയ പ്രവാചകനാണെങ്കിലും നാം പരിശോധിച്ചിട്ട് മാത്രമേ പ്രവചനം കേൾക്കാവുള്ളൂ. മാത്രമല്ല, നമ്മളോടൊരു പ്രവാചകൻ വന്നൊരു കാര്യം പറഞ്ഞു, അടുത്ത പ്രവാചകൻ എന്ത് ചെയ്യും, അത് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാലും നാം അത് വിശ്വസിക്കരുത്. കാരണം പിശാച് പലരിൽ കൂടെ നമ്മളോടൊരു പ്രവാചകൻ പറഞ്ഞത് പിശാച് കേൾക്കും. പിശാച് കേട്ടിട്ട് പ്രവചനം നഷ്ടപ്പെട്ടിട്ടും പ്രവചിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. അവരിൽ കൂടെ പിശാച് കയറി ആ പ്രവചനം ഒന്നുകൂടെ നമ്മളോട് പറയും. നമ്മൾ ആദ്യത്തെ പ്രവാചകന്റെ പ്രവചനവും ഈ പ്രവചനവും ശരിയാണല്ലോ, ഈ രണ്ടാമത്തെ പ്രവാചകനെ നമ്മൾ കൂട്ടുകൂടും. ആ കൂട്ടുകൂടിയിട്ട് എന്ത് ചെയ്യും, അവൻ നമ്മളെ തെറ്റായ വഴിയിലേക്ക് നടക്കും. ആദ്യത്തെ പ്രവാചകൻ പറഞ്ഞത് ശരി, രണ്ടാമത്തെ പ്രവാചകൻ പറഞ്ഞത് ശരി. പക്ഷെ ആദ്യത്തെ പ്രവാചകൻ പറഞ്ഞത് ശരി ദൈവത്തിൽ നിന്നുള്ളത്, രണ്ടാമത്തെ പ്രവാചകൻ പിശാചിൽ നിന്നുള്ളത്. പിശാചെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മുടെ പ്രവചനം കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ഈ നമ്മുടെ ഭാവി അറിയാനും, നമ്മളുടെ ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ കഴിഞ്ഞുള്ള അവസ്ഥ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രവചനം കേൾക്കുന്നു പല. പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് പിശാചല്ല, ദൈവമാണ്. ദൈവമാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. ദൈവമാണ് നമ്മുടെ ആയുസ് തീരുമാനിക്കുന്നത്. ദൈവമാണ് നമ്മുടെ ആര് വന്ന് പ്രവചിച്ചോട്ടെ, ദൈവമാണ് നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്. എത്ര പ്രവാചകനാണെങ്കിലും ദൈവത്തോട് നാം ചോദിക്കുക. അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ പഠനം ശ്രവിക്കേണ്ടതിന്റെ പ്രാധാന്യവും അത് ഞങ്ങളിവിടെ കൂടുതലായി. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ.